ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ജെറീക്കോ യേശു തൻ്റെ ജെറുസലേം യാത്രയിൽ സന്ദർശിക്കുന്ന സുപ്രധാന നഗരങ്ങളിലൊന്ന്. അന്ധയാചകനായ ബർത്തിമേയൂസിനെയും സക്കേവൂസിനെയും ഓർക്കുന്നിടം. പഴയ നിയമത്തിൽ ഈന്തപ്പനകളുടെ നാട്, ജൂദയ മരുഭൂമിയിലെ പച്ചത്തുരുത്ത്, ചാവുകടലിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി കിടക്കുന്ന ജോർദാൻ സമതലത്തിലെ സുന്ദരമായ ഒരു കൊച്ചു പട്ടണം. വാഗ്ദത്ത ഭൂമി ഉറ്റുനോക്കാനായിട്ട് കടന്നു വന്ന ഗൂഢസംഘത്തിന് അഭയം നൽകുന്ന, പിന്നീട് ഇസ്രായേൽക്കാർ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം കീഴടക്കുന്ന പട്ടണമായ ജെറീക്കോയ്ക്ക് അത് പിടിച്ചടക്കാനുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന റാഹാബിൻ്റെ വീടിരിക്കുന്ന സ്ഥലം. 6 ദിവസം മതിലിന് ചുറ്റും ഘോഷയാത്ര നടത്തി 7-ാം ദിവസം കാഹളമൂതിക്കൊണ്ട് മതിലുകൾ വീഴുന്നു, ജെറീക്കോ പട്ടണം കീഴടക്കുന്നു. ഇനി ഇത് പടുത്തുയർത്തുന്നതിനെതിരെ ജോഷുവ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നു. പിന്നീട് ആഹാബിൻ്റെ കാലത്ത് ബത്തേലിൽ നിന്നുള്ള ഹിയേൽ ഇത് പടുത്തുയർത്തുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ 2 മക്കളും മരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. ഏലിയ എലീഷ പ്രവാചകന്മാരുടെ കാലത്ത് പ്രവാചക ഗണങ്ങൾ സ്കൂൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ജെറീക്കോ. ഏലിയ പ്രവാചകൻ അഗ്നിരഥങ്ങളിൽ എടുക്കപ്പെടാനായിട്ട് പോകുന്നത് ജെറീക്കോയിൽ നിന്നാണ്. ഏലീഷ പ്രവാചകൻ തിരിച്ചു കടന്നു വരുന്നു. അവിടുത്തെ ജലം മോശമാണെന്ന് പറഞ്ഞ് ആളുകൾ അവനെ സമീപിക്കുന്നു. അവൻ ഉപ്പിട്ട് ആ വെള്ളം ശുദ്ധീകരിക്കുന്നു. പട്ടണത്തിൽ നിന്നുള്ള കുട്ടികൾ അവനെ കളിയാക്കുമ്പോൾ 2 പെൺകരടികൾ വന്ന് അവയെ കൊന്നൊടുക്കുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്. ഈ പഴയ ജെറീക്കോ ഇന്ന് ടെൽ എസ് സുൽത്താൻ ഒരു വലിയ മണൽ കൂമ്പാരമായിട്ടാണ് നമുക്ക് കാണുക. 1952കളിൽ കാത്തലിൻ കെനിയോൺ തട്ടുതട്ടായിട്ടുള്ള ഉത്ഖനനം കണ്ടെത്തിയത് ഈ സ്ഥലത്താണ്. കർത്താവിന് മുമ്പ് 8000 BCയിലെ പട്ടണം വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന്. പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും പഴയ പട്ടണമാണ് ജെറീക്കോ. പല കാലഘട്ടങ്ങളിലെ പട്ടണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പട്ടണത്തിൻ്റെ ടെൽ എസ് സുൽത്താൻ്റെ ഒരു വശത്താണ് ഏലീഷ ജലം ശുദ്ധമാക്കുന്ന, ഉപ്പിട്ട് ജലം ശുദ്ധമാക്കുന്ന ഉറവയുള്ളത്. ഈ പട്ടണം മാർക്ക് ആൻ്റണി സ്വന്തമാക്കിയതാണ്. ഈന്തപ്പനകളും ബാൽസമവും സിക്കമൂറും സുഗന്ധദ്രവ്യങ്ങളുമുള്ള വലിയ തോട്ടം അദ്ദേഹം ക്ലെയോപാട്രയ്ക്ക് സമ്മാനിക്കുന്നു. ക്ലെയോപാട്രയിൽ നിന്ന് ഹെറോദ് രാജാവ് അത് സ്വന്തമാക്കുന്നു. ഹെറോദ് ഇവിടെ നിന്ന് അല്പം മാറി തൻ്റെ പുതിയ പട്ടണം ജെറീക്കോയിൽ പടുത്തുയർത്തുന്നു. അക്വഡക്റ്റ്, വെള്ളം കൊണ്ടുവരുന്ന ചാലുകൾ വഴി വെള്ളം കൊണ്ടുവന്ന് ആംഫി തിയേറ്ററും ഹിപ്പോദ്രമവും ഒക്കെ ആയിട്ടുള്ള വലിയ ഹെറോദിൻ്റെ കൊട്ടാരം. അതിനടുത്താണ് സൈപ്രസ് കുന്ന്. ഇത് മുഴുവൻ ഹെറോദോസ് പണിതത്, പിന്നീട് നശിപ്പിക്കുന്നത് വെസ്പേഴ്സിയനാണ് 68കളിൽ. ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ ജെറീക്കോ പരിസരം മുഴുവൻ ക്രിസ്ത്യാനികളുടെ വളർച്ചയുടെ കേന്ദ്രമായിരുന്നു. ഒത്തിരി സന്യാസാശ്രമങ്ങൾ ഉണ്ടായിരുന്നിടമായിരുന്നു. പേർഷ്യൻ അറബ് ആക്രമണത്തിലാണ് ഇത് എല്ലാം നശിക്കുന്നത്. കുരിശുയുദ്ധക്കാർ പടുത്തുയർത്തിയെങ്കിലും വീണ്ടും അത് നശിപ്പിക്കപ്പെടുന്നു. പിന്നീട് 1800കളിലാണ് ഇതിൻ്റെ നവീകരണം നടക്കുന്നത്. ഇബ്രാഹിം പാഷ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവനോട് കൂടെ വന്ന സൈനികർ, അവരിൽ നിന്നാണ് പുതിയ കാലഘട്ടത്തിൻ്റെ ജെറീക്കോ പട്ടണത്തിൻ്റെ ചരിത്രം തുടങ്ങുക. അതിനുശേഷം 1948ലും 67ലും അഭയാർത്ഥികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നിടം. ഇൻഡിഫാദയുടെ കാലഘട്ടത്തിൽ 2000ൻ്റെ തുടക്കങ്ങളിൽ അവരുടെ പ്രാക്ടിക്കൽ തലസ്ഥാനമാക്കി വളർത്താൻ വേണ്ടി പടുത്തുയർത്തിക്കൊണ്ടിരുന്ന നഗരമായിരുന്നു ജെറീക്കോ. ആലൻബി ബ്രിഡ്ജ് ഇവിടെ അടുത്താണ്. ഈശോയുടെ കാലഘട്ടത്തിൽ ഗലീലിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒന്നാല സമരിയ വഴി താഴോട്ട് ഇറങ്ങി ജെറീക്കോയിലെത്താം. ഇല്ലെങ്കിൽ സമരിയ അയിത്ത ജാതിക്കാരുടെ സ്ഥലമായിരുന്നതുകൊണ്ട് സാധാരണ ചെയ്തിരുന്നത് ഗലീലിയിൽ നിന്നും തൊട്ട് താഴെ ജോർദാൻ കടന്ന്, മറുകര കടന്ന് ജോർദാനിലൂടെ അന്നത്തെ പെരേയ താഴോട്ട് വന്ന് ജെറീക്കോയുടെ അടുത്ത് വീണ്ടും ഇസ്രായേലിലേക്ക് കടക്കുന്നു, ജൂദയായിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഷെയ്ഖ് ഹുസൈൻ ബ്രിഡ്ജും അലൻബി ബ്രിഡ്ജും ഇരിക്കുന്ന ഏകദേശം ഏരിയ. 2 വഴിക്കായാലും വന്നു ചേരുന്നത് ജെറീക്കോയിലാണ്. ജെറീക്കോയിൽ നിന്നാണ് ജെറുസലേമിലേക്കുള്ള കയറ്റം തുടങ്ങുന്നത്. കർത്താവിൻ്റെ അവസാനത്തെ ജെറീക്കോയിലൂടെയുള്ള ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് അതിൻ്റെ
അവസാനത്ത് ജെറീക്കോയിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് ബർത്തിമേയൂസ് എന്ന് പറയുന്ന അന്ധയാചകൻ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്. ദാവീദിൻ്റെ പുത്ര എന്ന് വിശ്വാസത്തോടെ വിളിച്ച അവനെ കർത്താവ് സൗഖ്യം നൽകി. ഈ ജെറീക്കോയിലേക്ക് പ്രവേശിക്കുന്നിടത്താണ് നമ്മൾ സക്കേവൂസിനെ കണ്ടുമുട്ടുക. കർത്താവിനെ പരിചയപ്പെടണം, കാണണമെന്നുള്ള അതീവ ആഗ്രഹത്തോടു കൂടി ഓടി സിക്കമൂർ മലയിൽ കയറിയവൻ. റോമാക്കാരുടെ കാലഘട്ടത്തിലെ റോമൻ മൈൽ സ്റ്റോൺ അവിടെ നമുക്ക് ഇന്നും കാണാം. ഈ വഴിയുടെ നടുക്ക് ഒരു സിക്കമൂർ മരവും ഇന്നും നമുക്ക് ദൃശ്യമാണ്. സക്കേവൂസ് മരത്തിൽ കയറിയിരുന്നിടത്ത് കർത്താവ് എത്തുന്നു. തന്നെ തീക്ഷ്ണമായിട്ട് കാണാൻ ആഗ്രഹിച്ചവനോട് ഇന്ന് എനിക്ക് നിൻ്റെ ഭവനത്തിൽ താമസിക്കണമെന്ന് അരുൾ ചെയ്യുന്നു. അവൻ താഴോട്ട് ഇറങ്ങി സന്തോഷത്തോടെ ഭവനത്തിൽ സ്വീകരിക്കുന്നു. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഉടനെ കർത്താവ് അവനോട് അരുൾ ചെയ്തു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നോമ്പുകാലം ഈ മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ വസിക്കേണ്ട കാലഘട്ടമാണ്. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.